ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടി പി എ പി എം ബി ഇവ വെച്ചുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ x1 വേരിയബിൾസ് അതേപോലെ തന്നെ ടി പിയും ഇവിടെ തന്നിരിക്കുന്നു. x1 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വേരിയബിൾസാണ്. അതേപോലെ തന്നെ ടി പിയും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ കാണാൻ പോകുന്നത് എ പി ആണ്. അപ്പോൾ നമുക്കറിയാം എ പി ഈക്വൽ ടു ടി പി ബൈ x1 ആണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഇക്വേഷനാണ്. എ പി കാണണമെങ്കിൽ ടി പിയെ x1 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ടി പി 0 ആണ്, x1 അതായത് വേരിയബിൾ 0 ആണ്. അതുകൊണ്ട് തന്നെ എ പിക്ക് വാല്യൂ ഇല്ല. നമുക്ക് അവിടെ ഒരു വരയിടുക, അല്ലെങ്കിൽ നോ എന്നു എഴുതാം. അടുത്തത് ടി പി. അപ്പോൾ എ പി കാണേണ്ട ഇക്വേഷനാണ് എ പി ഈക്വൽ ടു ടി പി ബൈ x1. അപ്പോൾ 1/1 ഈക്വൽ ടു 1. അടുത്തത് 3/2 ഈക്വൽ ടു 1.5. അടുത്തത് 7/3 7 ഹരിക്കണം 3 ഈക്വൽ ടു 2.33. അടുത്തതായി 10/4 ടി പി 10 ആണ്, x1 4 ആണ്, ഈക്വൽ ടു 2.5. അടുത്തത് 12/5 ഈക്വൽ ടു 2.4. അടുത്തത് 13/6 ഈക്വൽ ടു 2.16. ഈ രീതിയിലാണ് വേരിയബിളും ടി പിയും തന്നാൽ എ പി കാണുന്ന വിധം. അപ്പോൾ എല്ലാവരും എ പിയുടെ ഇക്വേഷൻ പഠിച്ചിരിക്കണം. എ പി ഈക്വൽ ടു ടി പി ബൈ x1 ആണ്. അതേപോലെ തന്നെ x1 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്പർ ഓഫ് വേരിയബിൾസിനെയാണ്. ഈ രീതിയിലാണ് വേരിയബിളും ടി പിയും തന്നാൽ എ പി കാണുക. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് x1ഉം ടി പിയും തന്നാൽ എം ബി കാണുന്ന വിധമാണ്. എം ബി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാർജിനൽ പ്രോഡക്റ്റ്. എന്താണ് മാർജിനൽ പ്രോഡക്റ്റ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ടി പിയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എം ബി എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എം ബി ഈക്വൽ ടു ഡെൽറ്റ ടി പി ഡിവൈഡ് ബൈ, ഇത് ഡെൽറ്റയാണ്, ഇതിനെ ഡെൽറ്റ എന്നാണ് പറയുക, ഡെൽറ്റ x1. ഡെൽറ്റ മീൻസ് ചേഞ്ചസ് ആണ്. ഡെൽറ്റ ടി പി എന്നുകൊണ്ട് അർത്ഥമാകുന്നത് ടി പി ഉള്ള ചേഞ്ചസ് ഡിവൈഡ് ബൈ ഡെൽറ്റ x1. ഈ രീതിയിലാണ് നമ്മൾ എം ബി കാണുക. അല്ലെങ്കിൽ എം ബിയുടെ മറ്റൊരു ഇക്വേഷൻ എം ബി എൻ ഈക്വൽ ടു ടി പി എൻ മൈനസ് ടി പി എൻ മൈനസ് 1. എം ബി എൻ ഈക്വൽ ടു ടി പി എൻ മൈനസ് ടി പി എൻ മൈനസ് 1. ഇതുകൊണ്ട് അർത്ഥമാകുന്നത് ടി പി ഉള്ള ചേഞ്ചസിനെയാണ്
എം ബി എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. അപ്പോൾ ഏതിൻ്റെ എം ബി ആണോ കാണേണ്ടത് അതിൻ്റെ ടി പിയിൽ നിന്നും അതിൻ്റെ തൊട്ട് പുറകിലുള്ള ടി പി കുറച്ചാൽ നമുക്ക് എം ബി എൻ ലഭിക്കുന്നു. ഇനി നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ എം ബി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ചേഞ്ചസ് ഇൻ ഡെൽറ്റ ടി പി ബൈ ഡെൽറ്റ x1 ആണ്. ആ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം. അപ്പോൾ ആദ്യത്തെ x1 0 ആണ്, ടി പി 0 ആണ്, അതിൽ എം ബി ഇല്ല. അടുത്ത ടി പി ഉള്ള ചേഞ്ചസ് ഡെൽറ്റ ടി പി 0 1 ആവുന്നു. അപ്പോൾ ചേഞ്ചസ് എത്രയാണ്? 1. അല്ലെങ്കിൽ ആദ്യത്തേത് അതേപോലെ തന്നെ നമുക്ക് എഴുതാം. 0 1 ആവുന്നു. അപ്പോൾ വരിക ഡെൽറ്റ ടി പി എന്ന് പറഞ്ഞാൽ 1 - 0 ഡിവൈഡ് ബൈ വേരിയബിളും 0 1 ആവുന്നു. 1 - 0 ഈക്വൽ ടു 1/1 ഈക്വൽ ടു 1. ഇനി അടുത്തത്, അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായോ? ഡെൽറ്റ ടി പി 0 1 ആവുന്നു, ഡെൽറ്റ എക്സ് 0 1 ആവുന്നു. അപ്പോൾ 1 - 0 ഡിവൈഡ് ബൈ 1 - 0 ഈക്വൽ ടു 1/1 ഈക്വൽ ടു 1. അടുത്തത് ടി പി 1ൽ നിന്നും 3 ആവുന്നു. ചേഞ്ചസ് 3 - 1 എത്രയാണ് വരിക? 2 ഡിവൈഡ് ബൈ 1 2 ആവുന്നു. ചേഞ്ചസ് എത്രയാണ്? 1 2 - 1 അപ്പോൾ 1. അപ്പോൾ ചേഞ്ചസ് 2/1 ഈക്വൽ ടു 2. അതായത് ടി പിയുള്ള ചേഞ്ചസ് 1 3 ആവുന്നു. അപ്പോൾ അതിൽ ചേഞ്ചസ് 2 ആണ്. 1 2 ആവുന്നു, ചേഞ്ചസ് 1 ആണ്. അപ്പോൾ 2/1 ഈക്വൽ ടു 2. അടുത്തത് 7 3 7 ആവുന്നു. അപ്പോൾ ചേഞ്ചസ് 4 ആണ്. 4 3 7 ആവുന്നു, ചേഞ്ചസ് 4 ആണ്. 2 3 ആവുന്നു, ചേഞ്ചസ് 1 ആണ്. 4/1 ഈക്വൽ ടു 4. അടുത്തത് 7 3 ആവുന്നു. 7 10 ആവുന്നു. എത്രയാണ് ചേഞ്ചസ്? 3 ആണ്. 3 ഡിവൈഡ് ബൈ 3 4 ആവുന്നു. ചേഞ്ചസ് 1 ഈക്വൽ ടു 3. അടുത്തത് 10 12 ആവുന്നു. ചേഞ്ചസ് 2 ആണ്. 4 5 ആവുന്നു. ചേഞ്ചസ് 1 ആണ്. ഈക്വൽ ടു 2. അടുത്തത് 12 13 ആവുന്നു. ചേഞ്ചസ് എത്രയാണ്? 1 ആണ്. 5 6 ആവുന്നു. ചേഞ്ചസ് 1 ഈക്വൽ ടു 1. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ x1ഉം ടി പിയും തന്നാൽ എം ബി കാണുന്ന വിധം. അപ്പോൾ എന്താണ്? ടി പിയിലുള്ള ചേഞ്ചസ് ബൈ x1ലുള്ള ചേഞ്ചസ്. അപ്പോൾ x1ൽ പൊതുവേ 1ൻ്റെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ടി പിയിലുള്ള ചേഞ്ചസ് കണ്ടാൽ തന്നെ നമുക്ക് അത് തന്നെ എം ബി ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. ടി പി എൻ - 1 എം ബി എൻ. അതായത് ഏതെങ്കിലും ഒരു വാല്യൂവിലെ എം ബി കാണണമെങ്കിൽ, ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ എം ബി കാണണമെങ്കിൽ 4 അതിൽ ടി പി എത്രയാണ്? 10 ആണ്. അതിൻ്റെ തൊട്ട് പുറകിലുള്ളത് ടി പി n - 1 7 ആണ്. അപ്പോൾ ഇതിൻ്റെ എം ബി 3 ആണ്. അതാണ് ഈ ഇക്വേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ രീതിയിലാണ് x1ഉം ടി പിയും തന്നാൽ എം ബി കാണുന്ന വിധം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് വേരിയബിളും എ പിയും തന്നാൽ ടി പി കാണുന്ന വിധമാണ്. അപ്പോൾ നമ്മൾ എ പിയുടെ ഇക്വേഷൻ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. എ പി ഈക്വൽ ടു ടി പി ബൈ x1. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എ പി ഈക്വൽ ടു ടി പി ബൈ x1. ടി പിയെ വേരിയബിൾ കൊണ്ട് ഹരിച്ചാൽ എ പി കിട്ടുന്നു. ഇവിടെ കോളത്തിൽ തന്നിരിക്കുന്നത്, ടേബിളിൽ തന്നിരിക്കുന്നത് വേരിയബിളും എ പിയും ആണ്. അപ്പോഴെങ്ങനെയാണ് ടി പി കാണുക? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇതിൽ നിന്നും കണ്ടെത്തണം. അപ്പോൾ എ പി ഈക്വൽ ടു ടി പി ബൈ x1 ആണ്. അപ്പോൾ ടി പി കാണാൻ എന്ത് ചെയ്താൽ മതി? എ പി x1 സമത്തിൻ്റെ ഇപ്പുറം വരുമ്പോൾ ഡിവൈഡ് ബൈ എന്നുള്ളത് ഇവിടെ മൾട്ടിപ്ലൈ എന്നാവും. അപ്പോൾ ശ്രദ്ധിക്കുക, എ പി x1 സമത്തിൻ്റെ ഇടതുവശത്തേക്ക് വരുമ്പോൾ ഇൻറ്റു x1 ഈക്വൽ ടു ടി പി.
അതായത് ടി പി ഈക്വൽ ടു എ പി ഇൻറ്റു x1 എന്നാവും. എ പി ഇൻറ്റു x1 ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ടി പി കാണാൻ ഉള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. x1ഉം എ പിയും തന്നാൽ ടി പി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടി പി ഈക്വൽ ടു എ പി ഇൻറ്റു x1. ആദ്യത്തെ x1 0 ആണ്, എ പി ഇല്ല, അപ്പോൾ ടി പി 0 ആണ്. ഇനി അടുത്തത് എ പി 1 ആണ്, x1 1 ആണ്, അപ്പോൾ ടി പി കാണുക 1 ഇൻറ്റു 1 1. എ പി ഇൻറ്റു x1 ടി പി ആണ്. അടുത്തത് 1.5 ഇൻറ്റു 2 3. അടുത്തത് 2.33 ഇൻറ്റു 3 ഈക്വൽ ടു 7. അടുത്തതായി 2.5 ഇൻറ്റു 4 ഈക്വൽ ടു 10. അടുത്തത് 2.4 ഇൻറ്റു 5 ഈക്വൽ ടു 12. അടുത്തതായി 2.16 ഇൻറ്റു 6 ഈക്വൽ ടു 13. ഈ രീതിയിലാണ് നമ്മൾ വേരിയബിളും എ പിയും തന്നാൽ ടി പി കാണുന്ന വിധം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ടി പിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. എ പിയും വേരിയബിളും തന്നാൽ ടി പി കാണേണ്ട വിധം. അപ്പോൾ എ പിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എ പി ഈക്വൽ ടു ടി പി ബൈ x1 ആണ്. അപ്പോൾ ടി പി ഈക്വൽ ടു എ പി ഇൻറ്റു x1. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ രീതിയിലാണ് വേരിയബിളും എ പിയും തന്നാൽ ടി പി കാണുന്ന വിധം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിളും എം ബിയും തന്നാൽ ടി പി കാണുന്ന വിധമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. എം ബി കാണേണ്ട ഇക്വേഷൻ ഡെൽറ്റ ടി പി ബൈ ഡെൽറ്റ x1. ചേഞ്ചസ് ഇൻ ടി പി ബൈ ചേഞ്ചസ് ഇൻ x1 ആണ്. അല്ലെങ്കിൽ ടി പി ഉള്ള ചേഞ്ചസിനെയാണ് എം ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വേരിയബിളും എം ബിയും തന്നാൽ ടി പി കാണുന്ന വിധമാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ടി പി ആണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ മുന്നേ നമുക്ക് എം ബി കണ്ട വിധം നമുക്ക് ഒന്നുകൂടി നോക്കാം. അതായത് ടി പി ഉള്ള ചേഞ്ചസ് ആണ് എം ബി ആയിട്ട് വരുന്നത്. 0 1 ആവുന്നു ടി പി ഉള്ള ചേഞ്ചസ്. അപ്പോൾ എം ബി 1 ആണ്. 1 3 ആവുന്നു, ചേഞ്ചസ് 2 ആണ്. 3 7 ആവുന്നു, ചേഞ്ചസ് 4 ആണ്. 7 10 ആവുന്നു, ചേഞ്ചസ് 3 ആണ്. 10 12 ആവുന്നു, ചേഞ്ചസ് 2 ആണ്. 12 13 ആവുന്നു, ചേഞ്ചസ് 1 ആണ്. ഇങ്ങനെയാണ് ടി പി വേരിയബിളും തന്നാൽ എം ബി കാണുന്ന വിധം. ടി പി ഉള്ള ചേഞ്ചസ് ആണ് എം ബി. അപ്പോൾ ഇവിടെ വേരിയബിളും ഈ എം ബിയും ആണ് തന്നിരിക്കുന്നത്, അതായത് ചേഞ്ചസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടി പി കാണുക? ഈ ചേഞ്ചസിനെ ടോട്ടൽ ചെയ്തുകൊണ്ട് നമുക്ക് ടി പി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് 0 എം ബി 1 ആണ്, 1. അപ്പോൾ ടി പി 1. അടുത്ത എം ബി 2 ആണ്, 1 + 2 3. അടുത്തത് 4 ആണ്. അപ്പോൾ അതുവരെയുള്ള ടി പി എത്രയാണ്? 3. 0 1 + 2 3. 3 + 4 7. അടുത്ത് 7 + 3 10. 10 + 2 12. 12 + 1 13. ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ എം ബി കാണുന്നത്. അപ്പോൾ നമ്മൾ കാണുകയാണ് ഇവിടെ ടി പി 0 ആണ്, എം ബി 1 ആണ്. അടുത്തത് എം ബി 2 ആണ്. അന്നേരം 1 + 2 = ടി പി 3 ആണ്. അടുത്തത് എം ബി 4 ആണ്. അപ്പോൾ 1 + 2 + 4, അല്ലെങ്കിൽ 1 + 2 3. 3 + 4 7. അടുത്തത് 7 + 3 10. 7 ഇവിടെ നമ്മൾ ഓൾറെഡി കൂട്ടിക്കഴിഞ്ഞാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലും ചെയ്ത് നോക്കാം. 1 + 2 = 3 + 4 7. 7 + 3 10. അടുത്തത്
10 + 2 12, അല്ലെങ്കിൽ ഇത് എല്ലാം കൂടി കൂട്ടുക. അടുത്തത് 12 + 1 എത്രയാണ്? 13. അപ്പോൾ ഒന്നുകൂടി നോക്കുക. MB എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ടി പിയിലെ ചേഞ്ചസ് ആണ്. ആ ചേഞ്ചസ് കൂട്ടിക്കൊണ്ട് നമുക്ക് ടി പി കാണാൻ സാധിക്കും. 0 + 1 1 1 + 2 3. ആ കൂട്ടിയതിനോടുകൂടി അടുത്ത MB കൂട്ടുക. 3 + 4 7, അല്ലെങ്കിൽ അതുവരെയുള്ള MB മുഴുവൻ കൂട്ടുക. ഏത് വേരിയബിളിൻ്റെ ടി പി ആണോ കാണേണ്ടത് അതുവരെയുള്ള MB കൂട്ടുക. അപ്പോൾ 3 x1 3 ആണെങ്കിൽ വേരിയബിൾ 3ൻ്റെ MB ആണെങ്കിൽ അതുവരെയുള്ള MB ഇവിടെ തന്നിരിക്കുന്നു. അപ്പോൾ ടി പി കാണണമെങ്കിൽ അതുവരെയുള്ള MB കൂട്ടിയാൽ മതി. അടുത്തത് 7 + 3 10 10 + 2 12, അടുത്ത 12 + 1 13. ഈ രീതിയിലാണ് MBയും x1 തന്നാൽ ടി പി കാണേണ്ട വിധം. അപ്പോൾ ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ്. ടി പിയും AP-യും MBയും ഇവ പല രീതിയിൽ ചോദിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ടും പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ ഇക്വേഷൻസ് ഒന്നുകൂടി നമ്മൾ എഴുതുകയാണ്. എല്ലാവരും പഠിക്കുക. ആദ്യം AP ആവറേജ് പ്രോഡക്റ്റ് കാണേണ്ട ഇക്വേഷനാണ് TP/x1, ടോട്ടൽ പ്രോഡക്റ്റ് x1. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ തയ്യാറാക്കാം. TPയുടെ ഇക്വേഷൻ തയ്യാറാക്കാം. TP = ഇവിടെ AP കാണുന്നത് TP x1 എന്നാൽ AP കാണുന്ന വിധമാണ്. അടുത്തത് APയും x1 എന്നാൽ TP കാണുന്ന വിധമാണ്. TP = x1നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ AP × x1. അടുത്തത് MB = ഡെൽറ്റ TP/Δx1 ആണ്. ഡെൽറ്റ TP/Δx1 ആണ് MB. അടുത്ത MB തന്നിട്ട് TP കാണാൻ പറഞ്ഞാൽ MB ടോട്ടൽ ചെയ്തുകൊണ്ട് TP കാണാൻ സാധിക്കും. ഈ ഇക്വേഷൻസ് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക, പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ രീതിയിലും ഈ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാ രീതിയിലും, ഉദാഹരണത്തിന് x1 തന്നു, AP തന്നു, അതിനുശേഷം TPയും MBയും കാണാൻ പറഞ്ഞാൽ TPയും MBയും കാണാൻ പറഞ്ഞുകൊണ്ട് ഒരു പ്രോബ്ലം വന്നാൽ എന്താണ് ചെയ്യുക? ഇത് രണ്ടും ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. x1 APയും തന്നു എന്ന് വിചാരിക്കുക. TPയും MBയും ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് x1 APയും തന്നാൽ അതിൽ നിന്ന് നേരിട്ട് MB കാണാൻ വിഷമമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് x1 APയും തന്നാൽ TP കാണുക. TP നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും MB സിമ്പിളായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. 0 1 2 3 4 5 6 AP 1 1.5 2.33 2.5 2.4 2.16. ഇനി TP കാണാൻ AP × x1 0 1 3 7 10 12 13. MB എങ്ങനെയാണ് കാണുക? ഇതിലുള്ള ചേഞ്ചസ് 0 1 ആവുന്നു 1 1 3 ആവുന്നു 2
3 7 ആവുന്നു, 4 7 10 ആവുന്നു, 3 2 അടുത്ത 1. ഈ രീതിയിലും ചോദിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ x1 ഉം എം ബിയും തന്നതിന് ശേഷം ടി പിയും എ പിയും കാണാൻ ചോദിക്കും. അല്ലെങ്കിൽ x1 ഉം ടി പിയും തന്നതിന് ശേഷം എ പിയും എം ബിയും കാണാൻ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ചോദിക്കും. അപ്പോൾ ഈ പ്രോബ്ലം തന്നെ വെച്ച് എല്ലാ രീതിയിലും നിങ്ങൾ ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇക്വേഷൻ മറന്നു പോകരുത്, കൃത്യമായിട്ടും മനസ്സിലാക്കുക. ഇത്രയുമാണ് എ പിയും ടി പിയും എം ബിയും തമ്മിൽ അല്ലെങ്കിൽ ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ്. ഇത് കൃത്യമായും മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.